ഹലോ നമസ്കാരം. മികച്ച തിരക്കഥയും അതിനൊത്ത സംവിധാന മികവും കൂടെ പെർഫോമൻസിലെ പെർഫെക്ഷനും കയറുമ്പോൾ ഒരു ബ്ലോക്ക് ബസ്റ്റർ ജനിക്കാൻ വേറെ ഘടകങ്ങളൊന്നും വേണ്ട. പറഞ്ഞു വരുന്നത് ഒരു പ്രണയകഥ പ്രേക്ഷകരെയും ബോക്സ് ഓഫീസ് കളക്ഷനും ഒരുപോലെ അമ്പരിപ്പിച്ച സിനിമയെക്കുറിച്ചാണ്. ഗിരീഷ് ഷേഡിയുടെ മൂന്നാമത്തെ സിനിമ. അദ്ദേഹത്തിന് തന്നെ ആദ്യ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നെസ്ലിൻ നായകനായി എത്തിയപ്പോൾ പ്രേമലു റെക്കോർഡുകൾ തീർത്ത വിജയ ചിത്രമായി മാറിയ കാഴ്ചയാണ് നാം കണ്ടത്. 50 ദിവസത്തെ തിയേറ്റർ റൺ പൂർത്തിയാക്കിയ ഈ ചിത്രം ഇതുവരെ നേടിയത് റെക്കോർഡ് കളക്ഷനാണ്. ഭാവന സ്റ്റുഡിയോസ് ഗിരീഷ് ഷേഡിയോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യം മാത്രം: നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്തു തരിക. അതിലെ കഥയോ മറ്റ് കഥാപാത്രങ്ങളിലോ ഞങ്ങൾ കൈകടത്താൻ വരില്ല. ആ തീരുമാനം തെറ്റായിരുന്നില്ലെന്ന് ഈ കളക്ഷൻ റിപ്പോർട്ടുകൾ അടിവരയിടുന്നു. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം മലയാളത്തിൽ നിന്ന് മാത്രം ഈ ചിത്രം നേടിയത് 56.14 കോടി രൂപയാണ്. ഭാഷയുടെ അതിർവരമ്പുകൾ മറികടന്ന് തെലുങ്കുവിൽ നിന്ന് 11.39 കോടിയും തമിഴിൽ നിന്ന് 3.04 കോടിയും ഈ ചിത്രം നേടി. ഓവർസീസ് പ്രേക്ഷകരിൽ നിന്ന് 42 കോടിയാണ് ഈ ചിത്രം കളക്ട് ചെയ്തത്. അങ്ങനെ ആകെ 124.65 കോടിയാണ് ഗ്രോസ് കളക്ഷൻ. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 61.57 കോടി രൂപയാണ് ഈ ചിത്രത്തിൻ്റെ നെറ്റ് പ്രോഫിറ്റ്. അതായത് 9 കോടി ബഡ്ജറ്റിലെത്തിയ ഈ ചിത്രം നേടിയ ലാഭം 61.57 കോടി. ഇനി ശതമാനക്കണക്കിലേക്ക് പറയുകയാണെങ്കിൽ 684.11% പ്രോഫിറ്റ്. ബിഗ് ബഡ്ജറ്റ് സിനിമകൾ കൊണ്ട് മാത്രമേ ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉണ്ടാകൂ എന്ന് പറയുന്നവർക്ക് ഈ സിനിമ ഒരു ചോദ്യചിഹ്നമായി തുടരും. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല.